പരാതിയും പരിഭവം ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഇങ്ങനെ പറ്റൂ, ഇവിടം ഇങ്ങനെയാണ്. ഇത് ചടയമംഗലം ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അറിയിപ്പാണ്. കഴിഞ്ഞ രാത്രി 9 മണിക്ക് ഇവിടെ വൈദ്യുതി നഷ്ടമായി. ചടയമംഗലം ടൗൺ അടക്കമുള്ള കടന്നൂർ, കണ്ണങ്കോട് തുടങ്ങിയ പല മേഖലകളിലും ഉപഭോക്താക്കൾ വിളിച്ചു ചോദിക്കുമ്പോൾ ഒരു കൃത്യമായ സമയം പറയാനോ എന്താണ് ഫാൾട്ട് എന്ന് പറയാനോ അവർ തയ്യാറാകുന്നില്ല. നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. എന്തിനെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഓരോ കൺസ്യൂമറുടെ അല്ലെങ്കിൽ ഉപഭോക്താവിൻ്റെയും ചോദ്യം. നോക്കിക്കൊണ്ടിരിക്കട്ടെ. നമുക്ക് ചിലരുടെ പ്രതികരണങ്ങൾ കൊണ്ട് നോക്കിയിട്ട് വരാം. നമസ്കാരം. ഞങ്ങൾ ചടയമംഗലത്ത് ചെറിയ ചെറിയ കച്ചവടവും തൊഴിലും ഒക്കെ ചെയ്ത് ജീവിക്കുന്നവരാണ്. പ്രധാനമായിട്ട് ആധാരമെഴുത്ത മുദ്രപത്ര കച്ചവടമൊക്കെയാണ് എൻ്റെ ജോലി. ഇവിടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ 15 ദിവസമായി ചടയമംഗലത്ത് വൈദ്യുതി എന്ന് പറയുന്ന ഒരു സാധനം കാണാനില്ല. ബില്ലുകൾ കൃത്യമായിട്ട് വരുന്നുണ്ട്. 1 മണിക്കൂർ ബില്ലടയ്ക്കാൻ താമസിച്ചാൽ അപ്പോൾ കാരണം ഏണിയൊക്കെ എടുത്ത് ഇങ്ങനെ വരും. പൊന്നു മഹാജനങ്ങളെ, ഇന്നലെ രാത്രിയിൽ 9 മണിക്ക് ചടയമംഗലം ടൗൺ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വൈദ്യുതി പോയി. ഇന്നിപ്പോ ഈ സമയം വരെ വൈദ്യുതി കിട്ടിയിട്ടില്ല. ഇത് 15 ദിവസമായിട്ട് തുടർന്നു വരുന്ന കാര്യമാണ്. ചടയമംഗലം ടൗണിൽ എത്ര ഗവൺമെന്റ് ഓഫീസുകളുണ്ട്? എല്ലാം ഓൺലൈനിൽ പ്രവർത്തിക്കുന്നതല്ലേ. RTO ഓഫീസ്, സബ് രജിസ്റ്റർ ഓഫീസ്, സബ് ട്രഷറി, പോലീസ് സ്റ്റേഷൻ തുടങ്ങിയ നിരവധി ഓഫീസുകൾ, ബാങ്കുകൾ തുടങ്ങിയതെല്ലാം പ്രവർത്തിക്കുന്ന പ്രദേശം. ഇതിനാരാണ് സമാധാനം പറയേണ്ടത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എൽസിലെ ഉദ്യോഗസ്ഥന്മാരോടാണ് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളത്. പ്രധാനമായും പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്തോ മെമ്പർ എടുത്തോ MLA എടുത്തോ ചോദിച്ചിട്ട് കാര്യമില്ല. ഇത് ചോദിക്കേണ്ടത് ഉദ്യോഗസ്ഥർത്താണ്. ഞങ്ങളുടെ നികുതിപ്പണം പറ്റുന്ന, ഞങ്ങൾ യജമാനന്മാരായിട്ടിരിക്കുന്ന ഈ പൊതുജനം ചോദിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരടുത്താണ്. 7ാം ക്ലാസ് പോലും പഠിക്കാത്ത ആൾക്കാര് ഇലക്ട്രിസിറ്റി ബോർഡിലേക്ക് കുത്തിത്തിരിഞ്ഞ് സബ് എഞ്ചിനീയർ എന്ന് പറയുന്ന ഓമന പേര് നൽകി ലക്ഷക്കണക്കിന് രൂപ നമ്മുടെ നികുതിപ്പണം ശമ്പളമായി വാങ്ങിക്കുന്നു. ഇവരൊക്കെ വല്ലതും അറിയാമോ? ഇലക്ട്രിസിറ്റിയെ പറ്റി എന്തെങ്കിലും അറിയാമോ അവർക്ക്? 7ാം ക്ലാസ് കുസിയാണ് ആകെ ഉള്ളത്. ശമ്പളമോ 1 ലക്ഷത്തിന് മുകളിൽ 2 ലക്ഷം വരെ. ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മുടെ കൊച്ചു കേരളത്തിന്റെ സ്ഥിതി. ഇത് മാറ്റിയെടുത്തേ പറ്റൂ. ഞങ്ങൾ പ്രതികരിക്കും. ഇന്നത് സോഷ്യൽ മീഡിയയുടെ മുമ്പിൽ പ്രതികരിച്ചാൽ, ഇന്നത് സാക്ഷി TVയുടെ മുമ്പിൽ ഞങ്ങൾ പ്രതികരിച്ചാൽ, നാളെ മുതൽ നിങ്ങളുടെ ഓഫീസിന്റെ മുമ്പിൽ ഞങ്ങൾ കുത്തിയിരിക്കും. ഇത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. യാതൊരു കാരണവശാലും അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഞങ്ങളുടെ ഈ അംഗൻവാടി പരിസരത്തും അതുപോലെ തന്നെ ഈ അംഗൻവാടിയിലും ഇന്നലെ ഉച്ചയ്ക്ക് പോയ കറണ്ടാണ്. ഇതുവരെ ഇവിടെ കറണ്ട് വന്നിട്ടില്ല. അതുപോലെ കൊച്ചുങ്ങളെ ഉറക്കാൻ കിടത്തിയിട്ട് പോലും അവർ ഉറങ്ങാത്തൊരവസ്ഥയിലാണ്. ഉച്ചയ്ക്ക് കഞ്ഞിയെല്ലാം കൊടുത്ത് അവരെ കിടത്തിയതാണ്. അവരെന്നെ ബഹളവും കാണിച്ച് കിടക്കുക. പിന്നെ ഫാനില്ലാത്തതിനെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടിലാണ് കുഞ്ഞുങ്ങൾ. അവരെ ഒരു കുലമൊക്കെ ഞാൻ അവിടെ വന്ന് പിടിച്ചൊക്കെ കിടത്തിയേക്കാണ്. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ് കറണ്ട് ഇല്ലാത്തത് കൊണ്ട്. നിരന്തരം ഈ കറണ്ട് ഇല്ലാതെ വരുന്നത് കാരണം നമുക്ക് ഈ ഐസ്ക്രീം ഉൾപ്പെടെ ഉള്ളത് മിൽട്ടായി പോകും. പലവട്ടം നമ്മൾ ചടയമംഗലം KSEBയിൽ പരാതിപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അവർ നടപടിയെടുക്കുന്നില്ല. കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ നമുക്കത് മനസ്സിലാവും. ചിലപ്പോൾ 1-2 ദിവസം ചിലപ്പോൾ കറണ്ടില്ലാവും. പക്ഷേ ഇന്നിതാ ഒരു 7-8 പ്രാവശ്യം ഇന്ന് കറണ്ട്. ഇന്നലെ രാത്രിയിലും കറണ്ടില്ല. ഇങ്ങനെ അപ്രത്യാഹിതമായി ഈ കറണ്ട് കട്ട് ഉണ്ടാകുന്നത് നമുക്ക് ഈ വ്യാപാരം നടത്തിക്കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഉണ്ടായത്. കഴിഞ്ഞ ഒരു 2-3 ദിവസം കറണ്ട് ഇല്ലായിരുന്നത് കാരണം 10-40,000 രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. കാരണം ഐസ്ക്രീം ഉരുകിപ്പോയ രണ്ടാമതത് നമുക്ക് പ്രോസസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കാരണം അത് കളയുകയല്ലാതെ വേറെ ഒരു മാർഗ്ഗമില്ല. ഐസ്ക്രീം മാത്രമല്ല, ചീസ്, എല്ലാ സാധനങ്ങളും അങ്ങനെയാണ്. അപ്രത്യാഹിതമായി ഉണ്ടാകുന്ന ഈ ലോഡ് ഷെഡിങ് അല്ലെങ്കിൽ ഈ കറണ്ട് പോക്ക് കാരണം നമുക്ക് വ്യാപാരം നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ചടയമംഗലത്ത് നിലവിലുള്ളത്. ഇവിടെ കൂടെ കറണ്ട് പോവുകയാണ് സത്യം. ഇന്ന് തന്നെ 2-3 പ്രാവശ്യം കറണ്ട് പോയി.
നമ്മൾ എന്ത് ചെയ്യാനാ? ഇതിനൊരു പരിഹാരം കാണണ്ടേ?